ഇന്ത്യൻ കറൻസി നോട്ടുകളിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ ചിത്രം മാറ്റാൻ പോകുന്നു. CPM-ൻ്റെ MP കൂടിയായ ജോൺ ബ്രിട്ടാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ഇങ്ങനെ മാറ്റാൻ പോകുന്ന വിവരം തനിക്ക് രഹസ്യമായി ചോർന്നു കിട്ടിയതാണ്. ഇനി സംശയം രണ്ടാണ്. ഒന്ന്, മഹാത്മാഗാന്ധിയുടെ ചിത്രം ഇങ്ങനെ കറൻസി നോട്ടിൽ നിന്ന് മാറ്റുമോ? രണ്ട്, അങ്ങനെ മഹാത്മാഗാന്ധിയുടെ ചിത്രം നോട്ടിൽ നിന്ന് മാറ്റുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സാർ എങ്ങനെ വിലയിരുത്തുക? അതായത് ഈ ബ്രിട്ടാസ് രാഹുൽ ഗാന്ധിക്ക് പഠിച്ചുകൊണ്ടിരിക്കുക. ആരാണ് ഏറ്റവും വലിയ പോഴ എന്നുള്ള മത്സരം നടക്കുക എന്ന് തോന്നുന്നു. എന്ത് രഹസ്യമാണ് ഇന്ത്യൻ സർക്കാരിൽ നിന്ന് ഇപ്പം മാധ്യമപ്രവർത്തകർക്ക് ചോർന്നു കിട്ടുന്നത്? വല്ല വിവരമുണ്ട്? ഒന്നും കിട്ടാറില്ല. BJP-യുടെ ദേശീയ പ്രസിഡന്റ് ഒരാൾ വന്നില്ലേ ബീഹാറിൽ നിന്ന്? ആരും അറിഞ്ഞില്ല. ഏതൊക്കെയോ സ്ത്രീ ആവും എന്നൊക്കെ പറഞ്ഞല്ലേ ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ വന്നിരുന്നത്, അല്ലെങ്കിൽ ദലിതാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നിരുന്നത്. ഇങ്ങനത്തെയുള്ള നിയമനങ്ങൾ UP-യിൽ BJP വല്ല വിവരം BJP-യെ പറ്റിയോ കേന്ദ്രത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയോ അവർക്ക് കിട്ടുന്നുണ്ടോ? ഒന്നും കിട്ടാറില്ല. ഏതൊക്കെ ബില്ലുകൾ പാസ്സാക്കുന്നു ഇല്ലേ, എന്തെങ്കിലും വിവരം കിട്ടുന്നുണ്ടോ? പിന്നെ ഈ പറയുന്നത് പോലെ എല്ലാ നോട്ടിലും ഗാന്ധിയുടെ പടമുണ്ടോ? പഴയ 100-ന്റെ നോട്ടിൽ ഗാന്ധിയുടെ പടമുണ്ടോ? ചിലയിടത്ത് വാട്ടർ മാർക്കിൽ ഗാന്ധിയെ കാണാം. ആ വെളുത്ത ഭാഗത്ത് ഇങ്ങനെ നോക്കിയാലേ കാണുള്ളൂ ഗാന്ധിയുടെ ചിത്രം, അല്ലാതെ ഒരു വാട്ടർ മാർക്ക് പോലെ കാണുന്ന നോട്ടുകളൊക്കെ ഉണ്ട്. നമുക്ക് വേറെ ആളുകളുടെയും ചിത്രങ്ങളൊക്കെ നോട്ടിലായിക്കൂടെ ഇല്ലേ? അങ്ങനെ ആലോചിച്ചാൽ തന്നെ എന്താ തെറ്റ്? എനിക്ക് ബ്രിട്ടാസിനോട് പറയാനുള്ളത്, ബ്രിട്ടാസ് കണ്ടിട്ടില്ലെങ്കിൽ, കണ്ടിരിക്കാൻ സാധ്യതയില്ല, ദുരന്തർ എന്ന് പറഞ്ഞ സിനിമ കാണും. ദുരന്തർ എന്ന് പറഞ്ഞാൽ ജേതാവ് എന്നാണ് അർത്ഥം. ദുരന്തരൻ എന്ന് പറഞ്ഞൊരു പുരാണ കഥാപാത്രം ഉണ്ടല്ലോ. അപ്പൊ നമ്മള് അവിടുത്തെ ലയാരി എന്ന് പറയുന്ന കറാച്ചിക്കടുത്ത പട്ടണത്തിലെ ഈ ഗാങ്ങുകൾ ഉണ്ടായിരുന്നു, ഈ ക്രിമിനൽ ഗാങ്. ആ ഗാങ്ങിന്റെ അകത്ത് പോയി ഒരു ഇന്ത്യക്കാരൻ ചേർന്ന് മൊത്തം ഈ ഗാങ്ങുകളെ പൊളിക്കുന്ന കഥയാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. പക്ഷെ ഒരുപാട് സാധാരണ ആളുകൾക്ക് അറിയാത്ത കാര്യങ്ങൾ, യഥാർത്ഥ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടുത്തെ ആളുകളുടെ പേര് ശരിയായിട്ട് പറയുന്നെങ്കിലും പാകിസ്ഥാനിലെ ആളുകളുടെ പേര് സർദാരിയുടേത് ഒഴിച്ച്, സർദാരിയുടേത് വേറൊരു രീതിയിലാണ്, നമുക്ക് മനസ്സിലാവും സർദാരിയാണെന്ന്. അതിനോട് അടുത്ത് വരുന്നൊരു പേരുണ്ട്. ബാക്കി ഈ ക്രിമിനൽസിന്റെ പേരൊക്കെ കൃത്യമായിട്ടാണ് അതിൻ്റെ അത് പറയുന്നത്. ആ പേരുകളൊക്കെ കറക്റ്റാണ്. അപ്പൊ അതിൽ പറയുന്ന ഒരു സംഗതി, പാകിസ്ഥാൻ ബ്രിട്ടനിലെ ഒരു പ്രസ് മാത്രമല്ല, അത് വാട്ടർ മാർക്ക് ഉണ്ടാക്കല്, സെക്യൂരിറ്റി കാര്യങ്ങൾ, ഹോളോഗ്രാം, ഇതെല്ലാം റവന്യൂ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ, നോട്ടുമായി ബന്ധപ്പെട്ട അതിൻ്റെ കടലാസ്, ഇതൊക്കെ കൈകാര്യം ചെയ്തിരുന്ന ഒരു പ്രസ് ഉണ്ട്. ആ പ്രസ് ഡി ലാർ യു എന്നാണ് അതിൻ്റെ പേര്, ഡി ലാർ യു. ഈ ഡിലാർ യുവില് പാകിസ്ഥാൻ നോട്ടടിച്ചിരുന്ന അവിടെയാണ്, ഡിലാർ യു. നമ്മൾ UPA സർക്കാരിൻ്റെ കാലത്ത്, അതായത് മോദി സർക്കാർ വരുന്നതിന് മുമ്പ് ഉള്ള സർക്കാരുകളുണ്ടല്ലോ, UPA സർക്കാരുകൾ, അതിൻ്റെയൊക്കെ കാലത്ത് ഈ പ്രസ്സിനെ തന്നെ ആശ്രയിച്ചിരുന്ന കാര്യം ഇതിൽ പറയുന്നുണ്ട് ഈ സിനിമയിൽ. ഡിലാർ യു എന്ന് പറഞ്ഞ പ്രസ്സിനെ നോട്ടിൻ്റെ കടലാസിനൊക്കെ വേണ്ടി നമ്മൾ ആശ്രയിച്ചിരുന്നു. വേണമെങ്കിൽ നോട്ടടിക്കാനും, നമുക്കിവിടെ സെക്യൂരിറ്റി പ്രസ്സൊക്കെ ഉണ്ടല്ലോ നോട്ടടിക്കാൻ. അങ്ങനെ ഇരിക്കെ തന്നെ കരാറ് കൊടുത്തിരുന്നൊരു കാര്യം പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ പാകിസ്ഥാൻ നോട്ടടിക്കുന്ന പ്രസ്സിൽ തന്നെ ഇന്ത്യൻ നോട്ടടിച്ചാൽ എന്താണ് സംഭവിക്കുക? അതായത് ഹവാല ഇടപാട് പാകിസ്ഥാനെ പിടിച്ചു നിർത്തിയ കാര്യമാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഭീകരവാദം, ടെററിസം, ആയുധക്കടത്തുകൾ, മയക്കുമരുന്ന്, അതിന് പുറമെ ഹവാല പാകിസ്ഥാൻ്റെ ഇക്കോണമിയെ, സമ്പദ് രംഗത്ത് പിടിച്ചു നിർത്തിയിരുന്നു. അത് നടത്തിയിരുന്നത് ഖനാനി ബ്രദേഴ്സ് ആണ് എന്ന് സിനിമയിൽ പറയുന്നുണ്ട്. സത്യമാണ്, ഖനാനി ബ്രദേഴ്സ് തന്നെയാണത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്നിട്ട് ഈ ഇന്ത്യയുടെ 500, 1000 രൂപയുടെ നോട്ടുകൾ ഈ പ്രസ്സിൽ ഡിലാർ യു പാകിസ്ഥാൻ അച്ചടിച്ചു എന്നാണ് പറയുന്നത്. ഇന്ത്യൻ നോട്ടുകൾ അല്ലേ? ഇന്ത്യൻ നോട്ടുകൾ. അതാണ് ഈ കണ്ടെയ്നറുകളിലൊക്കെ നോട്ട് എത്തി എന്ന് പറയുന്നത്. കേരളത്തിൽ പോലും, കേരളത്തിലും ഒക്കെ ആ കാലത്തൊക്കെ പല കഥകളും കേട്ടിട്ടുണ്ട്. എറണാകുളത്താണെങ്കിൽ
ഒരു വലിയ നായർ തറവാട് വിലക്ക് മേടിക്കാനായിട്ട് ഒരു ഇസ്ലാമിക സംഘടന ചെന്നു. അവരൊരു വില പറഞ്ഞു. അതിൻ്റെ ഇരട്ടിയാണ് ഈ ചെന്നവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ കറൻസി കയ്യിലിരിപ്പുണ്ടല്ലോ, എത്ര വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാണെന്നല്ലേ. അതെ, ആ സ്ഥാനത്താണ് ഈ കല്യാൺ സിൽക്സ് വന്നിരിക്കുന്നത്. ആണല്ലേ? പറഞ്ഞാൽ മറ്റവർ കൊടുത്തില്ല, അത് കേട്ടിട്ട് പോയിട്ട് ചോദിട്ടെ. അപ്പോ ഈ 50-ന്റെയും 1000-ന്റെയും നോട്ട് അങ്ങനെ അടിച്ചു. ഇവിടെ അതെത്തി. നമ്മളോട് ഒരേ പ്രസ്സിൽ അച്ചടിച്ചു കഴിഞ്ഞാല് പിന്നെ ഒരുപോലെ തന്നെ ഇരിക്കുമല്ലോ, കള്ളനോട്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോ ഇവിടെ അങ്ങനെയാണ് ഭീകരവാദം ഒരു കാലത്ത് വളർന്നത് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ബോംബെയിലെ സ്ഫോടനങ്ങള്, പാർലമെന്റ് ആക്രമണം തുടങ്ങിയൊക്കെ തുടക്കത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോ CBI ഇത് അന്വേഷിച്ചിരുന്നു. പിന്നീട് നോട്ടടിക്കാൻ നമ്മുടെ കടലാസ് ബ്രിട്ടീഷ് കമ്പനി ആയ ലണ്ടനിലെ ഡിലാറിയൂവിൽ നിന്ന് വാങ്ങുന്നതിന് കരാർ കൊടുത്തിരുന്നു എന്നുള്ളതാണ് കേസ്. അപ്പോൾ കരാർ ഒപ്പിട്ടത് ആ കാലത്തെ ധനകാര്യ സെക്രട്ടറി ആണ്. അത് പക്ഷേ ധനകാര്യ മന്ത്രി അറിയാതെ സാധ്യത കുറവല്ലേ? അതെ, ധനകാര്യ മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് സെക്രട്ടറി ഒപ്പിട്ടു എന്നായിരിക്കില്ലേ സംഭവിക്കുക? അങ്ങനെ ആയിരിക്കും. ധനകാര്യ മന്ത്രിയുടെ പേര് സിനിമയിൽ പറയുന്നില്ല, പക്ഷെ P. ചിദംബരം ആയിരുന്നു എന്നറിയാം. ഈ കരാർ ഒപ്പിടുന്നതിന് മുമ്പും ഈ പ്രസ്സുമായിട്ട് കരാർ ഉണ്ടായിട്ടുണ്ട്. 2005, 2010 ഒക്കെ കരാർ ഉണ്ടായിട്ടുണ്ട്, അത് പറയാം. അപ്പോ അത് കഴിഞ്ഞ് പ്രണബ് കുമാർ മുഖർജി വന്ന് റദ്ദാക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തായാലും 2014 മോദി സർക്കാർ വന്ന ശേഷമാണ് അത് റദ്ദാക്കിയതെന്നാണ് എൻ്റെ ധാരണ. അപ്പോൾ ഇന്ത്യ എന്നിട്ട് ഈ ഡിലാറിയൂ എന്ന് പറഞ്ഞ പ്രസ്സും ഹോളോഗ്രാമും ഈ മറ്റേ വാട്ടർമാർക്കും ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനി നോട്ടില് അതിനെ കരിമ്പട്ടികയിൽ പെടുത്തി. UPA ഇന്ത്യ കരിമ്പട്ടികയിൽ പെടുത്തി. പിന്നീട് UPA സർക്കാർ പിന്നെയും വന്നു. 2014 മുമ്പ് വീണ്ടും ചിദംബരം ധനമന്ത്രിയായിട്ട് വന്നു. കരിമ്പട്ടികയിൽ നിന്ന് ഡിലാറിയൂവിനെ മാറ്റിയിട്ട് വീണ്ടും അവർക്ക് കരാറ് കൊടുത്തു. അപ്പോൾ ചിദംബരം പലതവണ ഡിലാറിയൂവിന് പാകിസ്ഥാന്റെ നോട്ടടിക്കുന്ന പ്രസിന് കരാറ് കൊടുത്തിട്ടുണ്ട് ചിദംബരത്തിന്റെ കാലത്ത് എന്ന് പറയാം. അപ്പോ ഉത്തർപ്രദേശ് ആയിരുന്നു ഇതിന്റെ ഹബ്ബ് എന്ന് സിനിമയിൽ പറയുന്നുണ്ട്, ഈ ഇത്തരം ഹവാല ഏർപ്പാടുകളുടെ. അപ്പോ ഇത് നമുക്ക് തന്നെ ഇപ്പൊ കൈകാര്യം ചെയ്താലോ എന്ന് ഇതില് മാധവൻ അവതരിപ്പിക്കുന്ന ധോവലിന്റെ കഥാപാത്രത്തിനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ ധോവലിന്റെ കഥാപാത്രം സന്യാൽ എന്നാണ് ഇതിൽ പേര്. അപ്പൊ മാധവൻ പറയുന്നുണ്ട്, അതിപ്പോ വേണ്ട, നമ്മളൊക്കെ പറയുന്നത് കേൾക്കുന്ന ഒരു അധികാരി എന്നെങ്കിലും വരും, അന്ന് നമുക്ക് ഇത് കൈകാര്യം ചെയ്യാം, ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മോദി വരുന്നു എന്നുള്ളതാണ് 2014. അതിനുശേഷം ഈ ഘനാനി എന്ന് പറയുന്ന കഥാപാത്രം ഉണ്ടല്ലോ, ഈ നോട്ട് ഉണ്ടാക്കിയിരുന്നവൻ, സഹോദരങ്ങൾ ഹവാല, അതില് ജവാനി ഘനാനി കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് മരിക്കുകയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ അയാൾ ആത്മഹത്യയായിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം ഇന്ത്യ നോട്ടിൽ നിന്ന് നിരോധനം കൊണ്ടുവന്നല്ലോ, ഈ 500,000. അപ്പോ ആ സംഘം അങ്ങ് തീരുകയാണ്. നോട്ട് നിരോധനത്തിനെ പറ്റി ഈ ബ്രിട്ടാസിനെ പോലുള്ള ആളുകൾ പലപ്പോഴത്തരവും പറയാറില്ലേ. നോട്ട് നിരോധനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ഈ ടെററിസത്തിന് വേണ്ടി ഇന്ത്യയുടെ നോട്ടടിച്ച് ഇവിടെ കൊണ്ടുവരുന്നത് നിർത്തുക എന്നുള്ളതല്ലേ. അത് സാധിച്ചു, ആ ലക്ഷ്യം ഒറ്റയടിക്കാൻ നിന്നുപോയി അല്ലേ. അതെ, അതാണ് ഈ ജാവേദ് ഘനാനി കെട്ടിടത്തിൽ നിന്ന് ചാടി മരിച്ച അതിന്റെ കഥ. അന്ന് ഈ നിരോധനമൊക്കെ വന്ന സമയത്ത് ചില ഓൺലൈനിലൊക്കെ വാർത്ത വന്നു, പാകിസ്ഥാനിലെ കുട്ടികൾ ഇന്ത്യൻ കറൻസി എടുത്ത് കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ സ്ഥിരീകരണം ഇല്ലാത്തതുകൊണ്ട് പിന്നെ ആരും വാർത്തയായിട്ട് പോയില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. സ്ഥിരീകരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. അപ്പോ ഈ ബ്രിട്ടീഷ് കോമൺവെൽത്ത് രാജ്യങ്ങളൊക്കെ ഈ പ്രസ്സിലാണ് നോട്ടടിച്ചിരുന്നത്.
140 രാജ്യങ്ങളുമായിട്ട് ഈ പ്രസ്സിന് ബന്ധമുണ്ട്. മലയിലെ നോട്ട് അവിടെയാണ് അടിച്ചിരുന്നത്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ നോട്ട് അവിടെയാണ് അടിച്ചിരുന്നത്. ഈ പ്രസ് ബ്രിട്ടനിലെ ബേസിംഗ് സ്റ്റോക്കിലാണ് അതിൻ്റെ ആസ്ഥാനം. പാസ്പോർട്ടുകൾ പല രാജ്യങ്ങളും അച്ചടിക്കുന്ന അവിടെയാണ്. അതിൻ്റെ അകത്ത് ഇതുപോലെ മാർക്കുകളൊക്കെ വേണമല്ലോ, ഹോളോഗ്രാമും ഒക്കെ, ആവർത്തിക്കാൻ പറ്റാത്തത്. അപ്പൊ റവന്യൂ ടെക്നോളജിയിൽ വലിയ വിദഗ്ധന്മാരാണ് ഈ ഡിലാറിയു. 2025 ജൂലൈ മുതൽ അതിപ്പോൾ അറ്റ്ലസ് ഹോൾഡിങ്സ് ആണ് നടത്തുന്നത്. ഈ കൊല്ലം ജൂലൈ മുതൽ എന്ന് പറഞ്ഞാൽ കൈമാറി. ശരിക്കും ഇത് നിലവിൽ വരുന്നത് 1821 തോമസ് ഡിലാറിയു എന്ന് പറഞ്ഞ ആളാണ് തുടങ്ങുന്നത്. അതാണ് ഡിലാറിയു പ്രസ്. ചീട്ടുകളില്ലേ, ചീട്ടുകൾ അവിടെ അച്ചടിച്ചിരുന്നു. പല രാജ്യങ്ങളുടെയും സ്റ്റാമ്പുകൾ അച്ചടിച്ചിരുന്നു. മൗറീഷ്യസ് ആണ് ആദ്യം അവിടെ നോട്ടടിച്ചത്. മൗറീഷ്യസ് 1965 ഒരു ഇറ്റാലിയൻ പ്രസ്സുമായിട്ട് ഇവർക്ക് കരാറുണ്ടായി. ഇറ്റാലിയൻ എന്ന് ഞാൻ പറയുമ്പോൾ എന്തെങ്കിലും ഉദ്ദേശിച്ച് കാണുമല്ലോ. അതെ. അപ്പോൾ ഒരു ഇറ്റലി സംയുക്ത സംരംഭം ആയി ഈ പ്രസ്. അതായത് ഇറ്റലിയിലെ ഗൊൽറ്റാറി ഗിയോറി എന്ന് പറഞ്ഞ അച്ചടി ശാല ആണ് ഈ കരാറിൽ ഏർപ്പെടുന്നത്. ഇൻഡയറക്റ്റ് ഇറ്റലി വരെ കരാർ എത്തി അല്ലേ? ഇറ്റലിയുമായിട്ട് ഒരു ബന്ധം ഡിലാറിയുവിന് വരുന്നുണ്ട്. ഞാൻ വേറെ ഒന്നും അവിടെ പറയുന്നില്ല. അപ്പൊ പാനമ പേപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടേ പലതരം അഴിമതികളുടെ കാര്യങ്ങളൊക്കെ പറയുന്ന കുറെ കടലാസുകൾ ലീക്ക് ചെയ്തു എന്ന് ഓർക്കുന്നില്ല. പാനമ പേപ്പേഴ്സ് പലർക്കും പലയിടത്തും ബാങ്ക് അക്കൗണ്ടുകൾ, സ്വിസ് ബാങ്ക് അക്കൗണ്ടുകൾ, കോഴകളൊക്കെ പറയുന്നതാണ് ഈ പാനമ പേപ്പേഴ്സ്. ആ പാനമ പേപ്പേഴ്സിൽ പറഞ്ഞിരുന്നു ഡൽഹിയിലെ വ്യവസായി സോമേന്ദ്ര ഗോസ്ല 2002-2010 ഈ ഡിലാറിയുവിൻ്റെ ഡൽഹിയിലെ ഏജന്റായിരുന്നു. അയാളാണ് ഡൽഹിയിൽ നിന്ന് കരാറുകൾ നേടിക്കൊടുത്തത് 2002-2010 കാലത്ത്. അയാൾക്ക് ഡിലാറിയു 15% കമ്മീഷൻ കൊടുത്തിരുന്നു എന്ന് പാനമ പേപ്പേഴ്സിലുണ്ട്. ഇനി 2023 ആണ് ഇത് സംബന്ധിച്ച് CBI കേസ് ഒരു വഴിത്തിരിവിലെത്തി എന്നൊക്കെ നമുക്ക് പറയാവുന്ന. അതായത് ആ കാലത്തെ ധനകാര്യ സെക്രട്ടറി ആയിരുന്ന അരവിന്ദ് മായാറാമനെതിരെ CBI കേസെടുത്തു. ചിദംബരത്തിന്റെ കാലത്ത് ധനകാര്യ സെക്രട്ടറി അരവിന്ദ് മായാറാം CBI കേസെടുത്തു. എന്നിട്ട് ഇയാളുടെ ഡൽഹിയിലെയും ജയ്പൂരിലെയും വസതികളിൽ റെയ്ഡ് നടത്തി. CBI റെയ്ഡ് നടത്തി. 2023 ജനുവരി 10 മായാറാമിനെതിരെ കേസെടുത്തു, FIR രജിസ്റ്റർ ചെയ്തു. 2013 ഈ ദലാറിയുക്ക് 3 വർഷ കരാർ ഇയാൾ കൊടുത്തിരുന്നതിനെ സംബന്ധിച്ചാണ് ഈ കേസെടുത്തത് 2013. അപ്പോൾ ഇതിൻ്റെ സെക്യൂരിറ്റീസ് ത്രെഡ് അത് സപ്ലൈ ചെയ്യാനുള്ള കരാറാണെന്ന് കൊടുത്തത്. സെക്യൂരിറ്റി ത്രെഡ് ആ നോട്ടിലെ സുരക്ഷാ അനുവാദം, അതായത് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ സെക്യൂരിറ്റി ക്ലിയറൻസ് വേണം ഇത്തരം കാര്യങ്ങൾക്ക്. അത് വാങ്ങിക്കാതെയാണ് ഈ അരവിന്ദ് മായാറാം ധനകാര്യ സെക്രട്ടറി അന്ന് ചെയ്തത് എന്നാണ് CBI FIR-ൽ പറഞ്ഞിരുന്നത്. അപ്പോൾ FIR അല്ലാതെ ആ കേസിൽ ഒന്നും സംഭവിച്ചതായിട്ട് കാണുന്നില്ല. ഈ അരവിന്ദ് മായാറാമിൻ്റെ കേസിൽ കുറ്റപത്രം കൊടുത്തതായിട്ട് കാണുന്നില്ല. ആ കേസിൽ റിസർവ് ബാങ്കിന്റെ അന്നത്തെ ഉദ്യോഗസ്ഥന്മാര്, ധനകാര്യ വകുപ്പിലെ അജ്ഞാത ഓഫീസർമാരൊക്കെയാണ് ഇതിൽ പ്രതികൾ എന്ന് പറഞ്ഞിരുന്നു. സിനിമയിൽ പറയുന്നത് 33 പേര് ഈ കോഴക്കേസിൽ പെട്ടിട്ടുണ്ടെന്നാണ്. 33 പേര് ധനകാര്യ വകുപ്പും റിസർവ് ബാങ്കും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. അപ്പോൾ എക്സ്ക്ലൂസീവ് കളർ ഷിഫ്റ്റ് സെക്യൂരിറ്റി ത്രെഡ് സപ്ലൈ ചെയ്യണമെന്നായിരുന്നു കരാറ്. 2004 മുതൽ ദലാറിയു പ്രസ്സുമായിട്ട് ഇന്ത്യക്ക് ഇടപാടുകളുണ്ട്. 2004 5 വർഷത്തെ കരാറാണ് ഒപ്പിട്ടിരുന്നത്. 2004
ജസ്വന്ത് സിംഗ് കുറച്ചു കാലം ധനമന്ത്രിയായിരുന്നു. അതിനുശേഷം വീണ്ടും ചിദംബരം വന്നു 2004. ആ. അപ്പൊ ചിദംബരത്തിന്റെ കാലത്ത് ചിദംബരം എന്നൊക്കെ ധനമന്ത്രിയായിരുന്നു അന്ന് മുതൽ ആ. ഇത് ഈ പാകിസ്ഥാൻ നോട്ടടിക്കുന്ന പ്രസ്സുമായിട്ട് നമുക്ക് നല്ല ബന്ധം. ഇടപാടുകളുണ്ട്. 2013 3 കൊല്ലം കരാർ എക്സ്റ്റെൻഡ് ചെയ്തു ഈ പ്രസ്സുമായിട്ടുള്ള. 2012 ഡിസംബർ 31 എക്സ്പയർ കരാറ് കാലാവധി പൂർത്തിയായ ശേഷമാണ് പുതുക്കിയത്, നീട്ടിക്കൊടുത്തത്. ആഭ്യന്തര വകുപ്പ് അനുമതിയില്ലാതെയാണ് അന്നത് ചെയ്തത്. 2014 ശേഷമാണ് ഇന്ത്യ ഈ കരാറ് നിർത്തുന്നത്, ഈ പ്രശ്നമായിട്ട് പരിപാടി ഇല്ലാത്തത്. പേപ്പറും സെക്യൂരിറ്റി സംവിധാനങ്ങളും ഒന്നും നമ്മൾ പിന്നെ ഇല്ല. 2010 വരെ അവരുടെ ദലാറുവിൽ നിന്നാണ് പേപ്പർ മേടിച്ചിരുന്നത് നോട്ടടിക്കാൻ. ഇപ്പം നമ്മൾ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് നോട്ടുകൾ കൈകാര്യം ചെയ്യുന്നത്. അത് റിസർവ് ബാങ്കിൻ്റെ തന്നെ കമ്പനിയാണത്. മൈസൂരു, സൽബോനി എന്നിവിടങ്ങളിലാണ് നോട്ടടിക്കുന്ന പ്രസ്സുകളുള്ളത്. പിന്നെ സെക്യൂരിറ്റി പ്രിന്റിംഗ് ആൻഡ് മിന്റിംഗ് കോർപ്പറേഷൻ ആയിട്ട് ചേർന്നാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഈ ഗാന്ധിയുടെ ചിത്രം നോട്ടിൽ അച്ചടിക്കുന്നതിനേക്കാൾ കുഴപ്പം പിടിച്ച കാര്യങ്ങൾ കോൺഗ്രസ് ഭരണകാലത്ത് നടന്നിട്ടുണ്ട് ഇവിടെ. അങ്ങനെയാണ് ഇവിടെ നമ്മുടെ 500 രൂപയുടെ 1000 രൂപയുടെ നോട്ടുകൾ പാകിസ്ഥാനിൽ നിന്ന് അച്ചടിച്ച് ഇവിടെ കണ്ടെയ്നറുകളിൽ വന്ന് ഇവിടെ ഭീകര സ്ഫോടനങ്ങൾക്ക് ഫണ്ട് ചെയ്തിരുന്നത്. അപ്പോൾ നോട്ടിൽ ഗാന്ധിയുടെ ചിത്രം വരുന്നതിനേക്കാൾ കുഴപ്പം പിടിച്ച കാര്യങ്ങൾ ഇവിടെ കോൺഗ്രസ് ഭരണകാലത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളത് ബ്രിട്ടാസ് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി അതിനെപ്പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ സമയം കിട്ടുമ്പോൾ രാഹുൽ ഗാന്ധിക്കും പറഞ്ഞു കൊടുക്കാം. ബ്രിട്ടാസ് ഇപ്പൊ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്റ്റർ ബ്രിഡ്ജ് എന്നല്ലേ പറയുന്നത്, ഇപ്പൊ പാലം. അതെ. പൊട്ടാസ് എന്ന് പറയുന്നവരും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ചെറിയ പടക്കമായിട്ടേ കരുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ പാലം പണിക്കാരനാണ് എന്നുള്ള പ്രതിച്ഛായ മാറ്റാൻ വേണ്ടി ഒരു രഹസ്യം കണ്ടെത്തി എന്ന് പറയുന്നതായിരിക്കും, ഭാവിക്കുന്നതായിരിക്കും. അങ്ങനെ രഹസ്യങ്ങളൊന്നും BJP-യിൽ നിന്നും പിടിക്കാനുള്ള ഒരു ത്രാണി എന്തായാലും ബ്രിട്ടാസിനില്ല. പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. അത് കേരളത്തിന് മാത്രമല്ല, ABC ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു. അതും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.